നമ്മൾ അപൂർവമായ ചില സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവരുടെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ആവാതെ വരും. നമ്മളതിനെ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ ബേസിക്കലി നമുക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും നമ്മളത് പുറത്ത് കാണിക്കാതെ വളരെ ധീരമായി അതിനെ ചോദ്യം ചെയ്യും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ചിലപ്പോൾ ചില വിഷയങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ പല തെറ്റായ രീതികളിലും സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. തെറ്റാണെന്ന് പറഞ്ഞതിൽ ക്ഷമിക്കണം. നമുക്ക് ലോജിക്കലി സയൻറ്റിഫിക്കലി ഓക്കെ അല്ലാത്ത രീതികളിലെല്ലാം നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കും. അത്ര ഒരു വിഷയമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം ഒരു ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് ശേഷം ആ കുട്ടി എന്തോ പ്രേതാത്മാക്കളെയൊക്കെ കാണാൻ തുടങ്ങി. ആ വീട്ടിൽ മരിച്ചുപോയ കാരണവന്മാരെ, ചില സമയങ്ങളിൽ അവരുടെ വീട്ടിൽ ദുർമരണപ്പെട്ടു പോയ ഒരു കുഞ്ഞു കുട്ടിയെ, ഇങ്ങനെ പലരെയും കാണാനിടയായി. പുള്ളിക്കാരിക്ക് പകൽ പോലും വീട്ടിലിരിക്കാൻ പേടിയായി തുടങ്ങി. ഇനി ഇത് വീട്ടിൽ മാത്രമേ ഈ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. പുള്ളിക്കാരി വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ പ്രശ്നം ഉണ്ടായി നിലവിളിക്കുകയും അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. വളരെ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സയൻസിൽ അത്രമേൽ വിശ്വസിക്കുന്ന ഈ ഫാമിലി ടോട്ടലി സ്റ്റണ്ടായി. കാരണം ഇവർ കാണിക്കാത്ത ഡോക്ടേഴ്സില്ല, ഇവർ ചെയ്യാത്ത ചികിത്സകളില്ല. എല്ലാം ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഇവർ നേരെ കുറച്ച് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രേതാത്മാക്കളോട് സംസാരിക്കാം, പ്രേതാത്മാക്കളെ കാണാം, മരിച്ചുപോയ അമ്മാവന് 1500 രൂപ ഗൂഗിൾ പേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരെ കാണാനായിട്ട് ഇവർ പോയി. ഇവർ ചെന്ന് കണ്ട് സംസാരിച്ച് പറഞ്ഞു, ഈ കുട്ടിയെ പ്രേതം കൂടിയതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്, കുറേ കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര മാന്ത്രികമായ രീതികളിലും അതിൻ്റേതായ ചികിത്സാവിധികളൊക്കെ ഇവർ നടത്താൻ തുടങ്ങി. അങ്ങനെ വന്ന് ഈ പ്രശ്നം കൂടുതൽ ഇഷ്യൂ ആയപ്പോൾ ഈ കുട്ടി പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിപ്പായി. അപ്പം ഈ വീട്ടുകാർ കാണിക്കാവുന്ന എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. എന്നിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം വന്നില്ല കേട്ടോ. നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവസാനം ഈ പ്രശ്നം കറങ്ങി ഞങ്ങളുടെ ഓഫീസിലും വന്നു. ഞങ്ങളെ വിളിച്ച് അവർ സംസാരിച്ചു. ഞങ്ങൾ ആ പെൺകുട്ടിയെ കാണാനായിട്ട് ചെന്നു. കണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞത്, ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഇവർ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പം നമുക്ക് പരിചയമുള്ള ഒരാളായിരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുക, പക്ഷേ പെട്ടെന്ന് അവരുടെ മുഖം മാറി മരിച്ചുപോയ ആളുടെ രൂപത്തിലേക്ക് മാറുന്നത് ഇങ്ങനെ മാറും. അങ്ങനെ പല പ്രശ്നങ്ങളെ ഈ കുട്ടി പറയാൻ തുടങ്ങി. ഈ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ, മാനസിക സ്ട്രെസ്സ്, പല വിഷയങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രവണത കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവരൊരു മാനസിക രോഗിയായിട്ടോ അല്ലെങ്കിൽ പ്രേതബാധയുള്ള വ്യക്തിയായിട്ടൊക്കെ അല്ലേ നമ്മൾ കാണുള്ളൂ. അങ്ങനെ വന്നു. ഈ വീട്ടുകാരും കാരണം കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടിയാണ്, ആ വീട്ടിൽ മൊത്തം പ്രശ്നമായി. എല്ലാവരും പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നതും ചെല്ലുന്നതും. ഞങ്ങൾ ആ വീടിന് ചുറ്റും നടന്നു, ആ വീടിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, അവിടുത്തെ സിറ്റുവേഷൻസ്, ഇനി എന്തെങ്കിലും വിധത്തിൽ ഈ കുട്ടി പേടിച്ചിട്ടുണ്ടോ, എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി അവൾ ഉത്തരം തരുന്നുണ്ട്. നമ്മൾ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന പ്രേതബാധ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് യാതൊരുവിധ കാരണവുമില്ല. കാരണം സൈക്കോളജിക്കലിയും ഞങ്ങളുടെ കൂടെ വന്ന സൈക്യാട്രിസ്റ്റിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായാണ് ഉത്തരം പറയുന്നത്. അപ്പോഴും അദ്ദേഹവും പറഞ്ഞടാ, ഇത് സംഭവം ആൾ ഓക്കെയാണ്, മെൻ്റലി ആൾ ഓക്കെയാണ്, വേറെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ വ്യക്തിയെ നമുക്കൊന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളത് ആ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറെയും കാണിച്ചു, കണ്ണട വെച്ചു, എന്നിട്ടും ഈ പ്രശ്നമൊന്നും മാറിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ സൈക്യാട്രിസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കേരളത്തിലെ പ്രശസ്തമായൊരു ഐ ഹോസ്പിറ്റലിനെ പറ്റി അദ്ദേഹം സംസാരിച്ചു. ഹോസ്പിറ്റലിൻ്റെ പേര് പറയാത്തതെന്ന് പറഞ്ഞാൽ പരസ്യമായി പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചിലപ്പം ഒരാശുപത്രിയിൽ 10 പേരെ ചികിത്സിച്ചാൽ 8 പേർക്ക് ഓക്കെ ആയിരിക്കും, ബാക്കി വരുന്ന 2 പേർക്ക് ഓക്കെ ആകാണ്ട് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ പേര് പറയാതിരിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പം ഈ സൈക്യാട്രിസ്റ്റിൻ്റെ സുഹൃത്ത് അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ചെന്ന ഉടനെ തന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ സ്കാനിങ്ങൊക്കെ നടത്തിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞല്ല, നിങ്ങളിതൊന്നും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇത് CBA, ചാൾസ് ബോണോ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു രോഗമാണ്. തലച്ചോറിനും കണ്ണിൽ കാണുന്ന ദൃശ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ തലച്ചോറ് നമ്മുടെ മെമ്മറിയിൽ നിന്ന് കുറച്ച് രൂപങ്ങളെടുത്ത് തരുന്നത്, അത് മിക്കപ്പോഴും മരിച്ചുപോയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ രൂപങ്ങളായിരിക്കും ഇത് കാണിക്കുന്നത്. അത്തരത്തിലൊരു പ്രശ്നമായിരുന്നു ഈ വിഷയം. ആ വിഷയം പിന്നെ
അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടന്നു. ഞങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട, കാരണം അത് കൈകാര്യം ചെയ്യേണ്ടത് മെഡിക്കൽ എക്സ്പേർട്സുകളാണ്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ വരുമ്പം നമ്മൾ എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക. പിന്നെ നിങ്ങളുടെ വിശ്വാസങ്ങളല്ലേ, അത് നിങ്ങൾ മാന്ത്രികമായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളതിനെ എതിർക്കുന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻസ് നിയമത്തിനകത്ത് ഈ ദുർമന്ത്രവാദം കാര്യങ്ങൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് നടപടികളുണ്ടെങ്കിലും ഈ നമ്മൾ മന്ത്രവാദത്തിന് ISO സർട്ടിഫിക്കറ്റുകളൊന്നും ഇതുവരെ കിട്ടാത്ത കാലത്തോളം ഏതാണ് നല്ലത് ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതിൽ നടപടിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇത്തരം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇനി ഇത്തരം അസുഖങ്ങളില്ലാതെ ചിലർക്ക് ഈ പ്രേതങ്ങളെ കാണാൻ പറ്റും, ഈ ആത്മാക്കളെ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അത്തരം വ്യക്തികളുടെ അനുഭവങ്ങളും ഞങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ പറ്റുമെങ്കിൽ അവരുടെ നേരിട്ടുള്ള വീഡിയോകൾ തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഞങ്ങൾ പറയുന്നില്ല കാരണം നിങ്ങൾ ഒത്തിരി ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ലൈവിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് സയൻറ്റിഫിക്കലായിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ചോദ്യങ്ങളെല്ലാം മാന്യമായിരിക്കണം. നിങ്ങൾ ഏത് രീതിയിൽ ചോദിക്കുന്നോ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ ഉത്തരം പറയുന്നതായിരിക്കും. താങ്ക് യു.